Hi friends, welcome back. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈന്തും പിടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് മലബാർ ഏരിയയിലൊക്കെ കാണുന്ന ഒരു ഡിഷാണ്. പിടിയും കോഴിക്കറിയും ഒക്കെ ചെയ്യുന്ന പോലെ ഇതിൽ ഈന്തിൻ്റെ പൊടി വെച്ചിട്ട് ഒരു പിടി ഉണ്ടാക്കിയിട്ട് അത് കറിയിൽ ഇട്ടിട്ടാണ് സെർവ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ കറി ഉണ്ടാക്കണം. ഇവിടെ ഞാൻ ബീഫ് കറി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുക്കർ ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് സവാള ചേർത്ത് വഴറ്റുക. ഇവിടെ ഞാൻ 2 മീഡിയം സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, 3 പച്ചമുളക് കട്ട് ചെയ്തത്. പച്ചമുളകിൻ്റെ എണ്ണം എരിവിനനുസരിച്ചിട്ട് കൂട്ടാം. ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഒരു തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർത്തിട്ട് വഴറ്റുക. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, വലിയ ജീരകം, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. മസാലപ്പൊടികളുടെ ഒക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുക്കറിൻ്റെ ലിഡ് ഇട്ടിട്ട് ബീഫ് ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഈന്തിൻ്റെ പൊടിയൊന്ന് വാട്ടി കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളം വെക്കുക, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ 3 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുക. പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വാട്ടിയെടുക്കണം. അങ്ങനെ വാട്ടിയെടുത്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുക. അതിന് ശേഷം എടുത്തിട്ട് കുഴയ്ക്കുക. നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് തേങ്ങ, 5-6 ചുവന്നുള്ളി, ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ പെരുംജീരകം, വലിയ ജീരകം, ഇതെല്ലാം ചേർത്ത ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്ന് വറുത്തെടുക്കുക. നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങ കളറ് ചെറുതായിട്ട് മാറി തുടങ്ങുമ്പം സ്റ്റൗ ഓഫ് ചെയ്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് തണുക്കുമ്പോൾ അരച്ചെടുക്കുക. നേരത്തെ വാട്ടി വെച്ച ഈന്തിൻ്റെ ആ മിക്സ് ഒന്ന് ചൂട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം ഇതേപോലെ പിടിയാക്കിയിട്ട് മാറ്റുക. ഇനി ആ പിടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് വെള്ളം തിളച്ച് തുടങ്ങുമ്പം അതിലേക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ഇടണ്ട, കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് സമയം ആ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പം പിടി ഇങ്ങനെ മേലേക്ക് പൊങ്ങി വരും. വെള്ളത്തിൻ്റെ ഏറ്റവും മേൽഭാഗത്തേക്ക് ഇങ്ങനെ പൊങ്ങി വരും. ആ സമയത്ത് ഒരു അങ്ങനെ മുഴുവനായിട്ട് പൊങ്ങി വരുമ്പം ഒരു 2-3 സെക്കൻഡ് കൂടെ വെച്ച ശേഷം അത് കോരിയെടുക്കുക. കോരിയെടുത്തിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോഴേക്ക് ബീഫ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്യാം. അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പിടി ചേർത്ത് കൊടുക്കുക. പിന്നെ നേരത്തെ നമ്മൾ വറുത്ത് അരച്ച് വെച്ച തേങ്ങ, സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക കുറവുണ്ടെങ്കിൽ.
അതിനുശേഷം തിളച്ച് തുടങ്ങുമ്പം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി അതൊന്ന് വറവിട്ടെടുക്കണം. അതിനുവേണ്ടി പാൻ ചൂടാവുമ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടാവുമ്പം അതിലേക്ക് ചുവന്നുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില. ബ്രൗൺ കളറായി വരുമ്പം സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ച ഈന്തും പിടിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈന്തിൻ്റെ പൊടി കിട്ടുകയാണെങ്കിൽ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.